Hello guys, welcome to my channel. അപ്പോൾ ഗായ്സ് മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് അല്ല, പ്രാവശ്യം കുറേ സംഭവങ്ങൾ ഉണ്ടായി ഗൈസ്. ഫസ്റ്റത്തെ സംഭവം എന്ന് ചോദിച്ചാൽ എൻ്റെ മൈൻക്രാഫ്റ്റ് അടിച്ചു പോയി. അതാണ് ഫസ്റ്റത്തെ സംഭവം ഗൈസ്. പിന്നെ പുതിയ വേൾഡ് തുടങ്ങി, ആ വേൾഡ് വികസിപ്പിച്ച് ഗൈസ്. ഞാൻ അന്ന് പോയാൽ തന്നെ പുതിയ മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ആക്കി പുതിയ വേൾഡ് തുടങ്ങിയതാണ്. പിന്നെ ഹൈമല ഇനി ഇതുവരെ ഉണ്ടായിരുന്നത്, കാരണം ഈ ഒരു വേൾഡ് തന്നെ ഉള്ളു ഗൈസ്. മറ്റേ ക്രിയേറ്റീവ് വേൾഡ് ഒക്കെ ഡിലീറ്റ് ആയി ഗൈസ്. പിന്നെ ഹൈമ കളിച്ച് ഇത്ര തോനെ സെറ്റപ്പ് ഉണ്ടാക്കി ഗൈസ്. പിന്നെ ഗൈസ് വേറെ കാര്യമുണ്ട്, എൻ്റെ കയ്യിന് ചെറിയ ചതവൊക്കെ പറ്റി. അങ്ങനെയാണ് കുറേ ദിവസം വീഡിയോ ഇടാഞ്ഞത്. കുറേ ദിവസം വീഡിയോ ഇട്ടിട്ടില്ല, കാരണം കുറേ ദിവസം വീഡിയോ ഇട്ടിട്ടില്ല. അതിൻ്റെ റീസൺ അതൊക്കെയാണ്. പിന്നെ ഞാനിവിടെ പുതിയ ഓട്ടോമാറ്റിക് സ്മെൽറ്ററും ലാവ ജനറേറ്ററും സ്റ്റോൺ ജനറേറ്ററും ഒക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ എൻ്റെ ക്രിയേറ്റീവ് വേൾഡ് ഇങ്ങോട്ട് സെർവർ വേൾഡ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ കുറേ മാറ്റങ്ങൾ കഴിച്ച് സംഭവിച്ചു. എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ മാറ്റം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ, ഞാൻ ഇവിടെ ഒരു വീട് മാതിരിയാക്കി ഗൈസ്. അപ്പോൾ തുപ്പില്ല. അപ്പോൾ ഗൈസ് ഞാനത്തെ ചെയ്തതെന്ന് ചോദിച്ചാൽ കണ്ടോ, ഇവിടെ കുറേ മെഷീൻസ് പിന്നെ ഉണ്ടാക്കി. ക്രിയേറ്റീവ് വേൾഡിൽ ഉണ്ടാക്കി അന്നത്തെ അതേമാതിരിക്കാണ് ഞാൻ സെർവർ വേൾഡിൽ ഉണ്ടാക്കി. ചെറുതാണ്. ഇവിടെ ബാംബു ഫാർം, ഇവിടെ ഷുഗർ കെയിൻ ഫാർം, ഇവിടെ ആർമർ ഡിലോ ഫാർം, ഇവിടെ ബീ ഫാർം. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആണ് ഗൈസ്. അതിൻ്റെ ചെസ്റ്റാണ് അത് കിടക്കുന്നത്. ഇതുവരെ ആയിട്ട് ഇതിൽ ഇത്ര ഒന്നല്ല, കുറേ വന്നി ഒക്കെ ഞാൻ എൻ്റെ സ്റ്റോറേജിൽ കൊണ്ടുപോയി വെച്ചു. കണ്ട അതേമാതിരി. പിന്നെ ഡ്രാഗനൊക്കെ ഞാൻ കൊന്നു. ഇത് ഷീപ്പ് ഫാർം, ഇത് എഗ് ഫാർം. ആർമർ ഡിലോന് ഇതിനൊക്കെ എങ്ങനെ കൊണ്ടുവന്ന് ചോദിച്ചാൽ അതിൻ്റെ ബയോമൊക്കെ പോയി കൊടുക്കുന്നതാണ്. ഒന്ന് സ്പ്രൂസ് ബയോമും ഒന്ന് വേറെ ഏതൊരു ബയോമാണ്. ഇതിൽ തന്നെ പംകിൻ ഫാർമും മെലൻ ഫാർമും കൂടി ഒറ്റൊന്നിലാണ് ഉണ്ടാക്കി. പിന്നെ അത് എൻ്റെ പേരെത്തിനിപ്പോൾ ഈ സാധനം ഇതിൻ്റെ ഫാർം ഓട്ടോമാറ്റിക് തന്നെ ആക്കി. അറിയില്ല അതാ. അപ്പോൾ ഇങ്ങനെ കുറേ ഫാർം, ഇവിടെ കെൽപ്പ് ഫാർം, ഇവിടെ ബോൺ വീല് ഫാർം. ഇവിടെ വെച്ചാൽ മുകളിലൊരു വലിയ ബോൺ വീല് ഷുഗർ കെയിൻ ഫാർം ഉണ്ട്. അതിന് ചാടി ബോൺ വീലായി കണ്ട് ഇതിക്ക് ഇങ്ങനെ എത്തും. അതാണ് ഇതിൻ്റെ ഓരോ സെറ്റപ്പ്. പിന്നെ ഇവിടെ വീറ്റ് ഫാർം, ഇവിടെ ക്യാരറ്റ് ഫാർം, ഇവിടെ വീറ്റാണ്, പക്ഷെ ഇവിടെ ബെന്ന കിട്ടുക. ബ്രെഡ് ബെന്ന് ഫാർം, ഇവിടെ പൊട്ടാറ്റോ ഫാർം, ഇവിടെ ബീട്രൂട്ട് ഫാർം ഗൈസ്. ഇത്രയും ഫാർമുകളാണ് നമ്മൾ ഇതിൽ നിറച്ചത്. ഇനി വേറെ ഫാർമുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. ഉണ്ടെങ്കിൽ ഗൈസ് കമൻറ്റ് ചെയ്യുക. ഫാർമ് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കാട്ടോ വേണ്ടിയത്, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഗൈസ് ഞാൻ ഡ്രാഗനൊക്കെ പോയി കൊന്നു. അതിൻ്റെ ഇടയിൽ എലേറ്ററൊക്കെ എടുത്തു. എലേറ്ററും ഷെൽക്കർ ബോക്സ് ഒക്കെ ഇഷ്ടം പോലെ. 3 സിറ്റിയിൽ കയറി, 4 സിറ്റിയിൽ കയറി. അതിൽ 3 ഇനി ഷിപ്പ്, മറ്റേ ഷിപ്പില്ല ഇനി. അങ്ങനെ ആ ഫാർമ് നല്ല ഗൈസ് പറയാം. അത് അങ്ങനെ ഇതായി. ഇവിടുന്ന് അടിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇങ്ങനെ ചാടണം. ഇതിൻ്റെ റൂമാണ് ഗൈസ്, കണ്ടോ, സീനോ റൂമല്ലേ. ഞാൻ 2 ആർമർ ഉണ്ടാക്കിക്കണ്. ഒന്ന് പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തതും ഒന്ന് ഫയർ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തതുമാണ്. ഇതിന് പിന്നെ നമുക്ക് എൻചാൻറ്റ് ചെയ്യാം, കാരണം അത്രയും നല്ല മൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയ ഓരോ ഫാർമുകളാണ് ഗൈസ്. ഞാൻ അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഇതിൻ്റെ എപ്പിസോഡേക്കാരം അധികം വിടുക, കാരണം മറ്റേ ഫാർമ് പോയല്ലോ. അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡേക്കാരം അധികം വിടുക. പിന്നെ ഇവിടെ ഞാൻ ഇതൊക്കെ വെച്ചിക്കണ്, മോബ് ഫാർമൊക്കെ ഉണ്ടാക്കിയാണ്. കുറേ ഇതിൽ നിന്നിക്കണ്, എന്നാലും അങ്ങനെയൊക്കെയാണ് കഥ. പിന്നെ ഇവിടെ ഡയമണ്ട് ആയിട്ടല്ലേ നമ്മൾ ഡയമണ്ട് ആർമർ ആയത്. ഓൺലി
വില്ലേജസിന്റെ കജ്ജിന്ന് വാങ്ങിയാണ്ടാണ് ഞാൻ ഡയമണ്ട് ആർമർ മൊത്തമായിട്ട് ആയത്. നിങ്ങൾക്ക് ഈ എലേറ്റർ കജ്ജി പിടിച്ചെടുക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് എലേറ്റർ മാറ്റണം എന്ന് തോന്നിയാൽ ഫോണിൽ കളിച്ചിരുന്ന പ്ലേയേഴ്സിനോടാണ് പറയുന്നത്, പെട്ടെന്ന് എലേറ്റർ മാറ്റണം, ചെസ്റ്റ് പ്ലേറ്റ് ഇടണം. അല്ല ഇപ്പം എലേറ്റർ ഇടണം. ചെസ്റ്റ് പ്ലേറ്റ് മാറ്റണമെങ്കിൽ നമ്മൾ എന്താ കാട്ടുക, ഒന്നിക്കി പിടിച്ചാൽ മതി, മാറ്റും. കണ്ടോ, മാറ്റി. ഇപ്പം എൻ്റെ കജ്ജിയിൽ ചെസ്റ്റ് പ്ലേറ്റ് ആണ്, അപ്പം ഞാൻ എലേറ്റർ ഇട്ടിരിക്കുന്നത്. ഒന്നുകൂടി നിൽക്കുക, എലേറ്റർ കജ്ജിയിൽ ചെസ്റ്റ് പ്ലേറ്റ് അവിടെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളിവിടെ ട്രൈഡ് ചെയ്ത് കണ്ടാണ് ഇത്രയും ഒപ്പിച്ചത്. ഇവിടുത്തെ സെറ്റപ്പ് എന്ന് ചോദിച്ചാൽ സ്വിച്ച് ഓഫാക്കുമ്പോൾ അവിടുത്തെ വില്ലേജസിൻ്റെ മൂടുക, ആ വില്ലേജസിനെ ആ ട്രാപ്പ് ഡോറായിട്ട് മൂടും. ഇവിടെ തുറക്കുമ്പോൾ അവിടെ തുറക്കും. അങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ ഈ ഒരു എപ്പിസോഡ് ചുറ്റിക്കാണിച്ചു തരിക, അതുള്ള ഇനി. പിന്നെ ഗൈസ്, അടുത്ത വീഡിയോ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാരണം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ. അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ.